ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ എൻ്റെ പേര് ഡോക്ടർ ദർശന. നമ്മളിന്ന് വൈറ്റമിൻ ഡിയെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് വേണ്ടതെന്നും വൈറ്റമിൻ ഡി കുറഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണുമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ വൈറ്റമിൻ ഡിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യം നിലനിർത്താൻ വേണ്ടി വൈറ്റമിൻ ഡി ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കാൽസ്യം ഫോസ്ഫേറ്റും ഒക്കെ നമ്മുടെ ശരീരത്തേക്ക് പ്രോപ്പർ ആയിട്ട് ആഗിരണം ചെയ്യുമ്പോഴാണ് എല്ലിനും പല്ലിനൊക്കെ ബലം ഉണ്ടാവുക. അങ്ങനെ കാൽസ്യം ഫോസ്ഫേറ്റ് ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി സഹായിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശേഷി നിലനിർത്തുക എന്നുള്ളതാണ്. അതായത് ഒരുപാട് അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി സഹായിക്കും. അതായത് ഹൈപ്പർ ടെൻഷൻ, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, ഗ്ലൂക്കോസ് ഇൻടോളറൻസ്, ടൈപ്പ് 1 ടൈപ്പ് 2 ഡയബറ്റിസ്, ഈ പറയുന്ന അസുഖങ്ങളൊക്കെ ഒരു പരിധി വരെ, കൂടാതെ ക്യാൻസറിനെ പോലും ഒരു പരിധി വരെ തടയാനായിട്ട് വൈറ്റമിൻ ഡി സഹായിക്കുന്ന പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇനി വൈറ്റമിൻ ഡി കുറഞ്ഞ എന്തൊക്കെ ലക്ഷണങ്ങളുണ്ട് നോക്കിയാലോ. ഒന്നാമത്തെ ലക്ഷണം എന്ന് വെച്ചാൽ സന്ധികളിലും പേശികളിലൊക്കെ ഒരു കാര്യമില്ലാണ്ട് നമ്മൾ കുറെ പണിയൊന്നും എടുക്കണമെന്നില്ല, അല്ലാണ്ട് തന്നെ നമ്മുടെ സന്ധികളിലും പേശികളിലൊക്കെ എപ്പോഴും വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി കുറവാവാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അനിയന്ത്രിതമായിട്ടുള്ള ഹെയർ ഫോൾ, അതായത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഹെയർ ഫോൾ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു മുറിവ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഉണങ്ങാനായിട്ട് ഒരുപാട് സമയം എടുക്കുക. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരിക, അതായത് പനി, ജലദോഷം, തുമ്മല്, ഈ പറയുന്ന അസുഖങ്ങളൊക്കെ തുടർച്ചയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്ന സാധനം ഇമ്പയർഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് വൈറ്റമിൻ ഡി കുറവാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി നാലാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ആസ്മ അറ്റാക്കുള്ള കുട്ടികളാണെന്ന് വിചാരിക്കുക, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ആസ്മ അറ്റാക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കുട്ടികൾ ഓടി നടക്കുന്ന പ്രായമാണല്ലേ, അപ്പോൾ കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ വീണ് കഴിഞ്ഞാൽ അവരുടെ എല്ലൊക്കെ ഒടിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി സ്കിന്നിൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ സ്കിന്നിൽ ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലുണ്ടാവുക, അല്ലെങ്കിൽ എന്താ അലർജി പോലെ ഉണ്ടാവുക, ഡ്രൈനെസ് ഉണ്ടാവുക, ഇതൊക്കെ ഉണ്ടാവാം. ഇനി വൈറ്റമിൻ ഡി കുറവ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനെ അഫക്റ്റ് ചെയ്യാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും? ഡിപ്രഷൻ പോലെയാവും. അതായത് നമ്മൾ വിഷാദ രോഗത്തിന് അടിമപ്പെടും. നമുക്ക് ഒരു മനസ്സുഖം ഒരു തരി പോലും ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, രാത്രി ഉറക്കമൊന്നും വരാതെ എണീറ്റിരിക്കുക, തല വേർക്കുക, അങ്ങനെ ഒരുപാട് സിംറ്റംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ ഫെർട്ടിലിറ്റിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വൈറ്റമിൻ ഡിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ കപ്പിൾസ് കൺസീവ് ആവാൻ വേണ്ടി ട്രൈ ചെയ്തിട്ട് പ്രഗ്നന്റ് ആവാതെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ചിലപ്പോൾ വൈറ്റമിൻ ഡി കുറവായിരിക്കും. അപ്പോൾ ഫെർട്ടിലിറ്റി ഇഷ്യൂസും വൈറ്റമിൻ ഡി കുറവുള്ളത് കൊണ്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതൊന്നും കൂടാതെ പ്രായമായ ആൾക്കാരിലെ ഓസ്റ്റിയോപോറോസിസ്, അതായത് എല്ലിന്റെ തേയ്മാനം, പിന്നെ എല്ല് വളഞ്ഞു വളരുക കുട്ടികളിൽ, റിക്കറ്റ്സ് എന്ന് പറയും, പിന്നെ ഓസ്റ്റിയോമലാസിയ, ഈ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പാർട്ട് 2 ഉടനെ തന്നെ വരുന്നതായിരിക്കും. പാർട്ട് 2 നമ്മൾ ഈ വൈറ്റമിൻ ഡി കുറയാനുള്ള കാരണങ്ങളും ഇനി അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതും കൂടിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറന്നുപോണ്ട. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും വൈറ്റമിൻ ഡി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇത് അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക്